നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് റൈറ്റ് ആണ്. സോ ലിസണിങ് കഴിഞ്ഞു, ലിസണിങ്ങിന്റെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി റൈറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമുക്കുള്ളത്. റൈറ്റ് ചെയ്ത് നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യിക്കാം. ഓക്കെ, പോവാണ്. ഡസ് ദ സ്റ്റോറി, ആക്ടിവിറ്റി 1 ആണ്. ഡസ് ദ സ്റ്റോറി റിമൈൻഡ് യു ഓഫ് എനി സ്റ്റോറീസ് ദാറ്റ് യു ഹാവ് read or heard before? Narrate the story briefly. നമ്മൾ ഈ സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഏതെങ്കിലും ഒരു സ്റ്റോറി വന്നോ? നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോറിയൊക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരാണെങ്കിലാണ് സ്റ്റോറി കേട്ടിട്ടുണ്ടാവുക. മിസ് ഈ കഥ ആദ്യം കേട്ടപ്പോൾ, മിസ്റ്റീരിയസ് പിക്ചർ എന്ന കഥ ആദ്യം കേട്ടപ്പോൾ തന്നെ ഓർത്തു ഇതെന്ത് കോപ്പിയാണല്ലോ, സെയിം കഥയാണല്ലോ എന്നുള്ളൊരു തോന്നല് മിസ്സിന് വന്നായിരുന്നു. അവിടെ പക്ഷെ ഒരു വില്ലത്തരമായിരുന്നെങ്കിൽ ഇവിടെ പക്ഷെ വില്ലത്തരമല്ലല്ലോ, ടില്ലിന് നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജാണ്. പക്ഷെ എന്നാലും കുറേ സിമിലാരിറ്റീസ് മിസ്സിന് ഫീൽ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വല്ല സ്റ്റോറി അറിയാവോ സിമിലർ ഇതുപോലെ തോന്നിക്കണം? അതായത് ലൈക്ക് അവിടെ മിസ്റ്ററി പിക്ചറിൽ പിക്ചർ ഉണ്ടായിരുന്നോ? പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, പിക്ചർ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് നോബിൾ ബ്ലഡ് ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നായിരുന്നു കണ്ടീഷൻ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി അബൌട്ട് ദ പിക്ചർ. അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റോറി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാവോ? ഒബ്വിയസ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവുന്നു. ആരെങ്കിലും ഒക്കെ റീഡേഴ്സ് ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? പിന്നെ ഉണ്ടാവും അല്ലേ? നമുക്ക് നോക്കാം ഏതാണ് ആ സ്റ്റോറി എന്ന്. അപ്പൊ ദ സ്റ്റോറി ദ മിസ്റ്റീരിയസ് പിക്ചർ റിമൈൻഡ്സ് us ഓഫ് എ സ്റ്റോറി ദ എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സ്. ആ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന സ്റ്റോറി, മനസ്സിലോട്ട് ഓടി വരുന്ന സ്റ്റോറിയുടെ നെയിമാണ് ദ എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി. ആ സ്റ്റോറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ഇവിടെ പിക്ചർ ആണോ, ഇനി എന്താണ് വേറെ സംഭവിക്കണേന്ന് നോക്കാം. Many years ago, there lived an emperor who loved beautiful clothes so much that he spent all his money on being finely dressed. മിസ് ഈ ഷോർട്ട് സ്റ്റോറി ഭയങ്കര ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടില്ലെങ്കിൽ ഒരു പുതിയ കഥ മിസ് പറഞ്ഞു തരുന്നേ. ഈ സെയിം ഒരുവിധം കുറെ സിമിലർ ആയിട്ടുള്ള കുറച്ച് സിമിലാരിറ്റീസ് ഉള്ള ഒരു കഥ മിസ് പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പൊ എംപറേഴ്സ് ന്യൂ ക്ലോത്ത്സ് എന്നാണ് കഥയുടെ പേര്. പുതിയ ഡ്രസ്സ്. ഓക്കെ, പുതിയ ഡ്രസ്സാണ് എന്തായാലും, ഇവിടെ പെയിന്റിംഗ് ഒന്നുമല്ല, ഡ്രസ്സാണ്. അപ്പൊ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് ഏത് നേരവും ഭയങ്കരമായിട്ട് ഭംഗിയായിട്ട് നടക്കണം, ഡ്രസ്സപ്പ് ചെയ്യുക. അതായിരുന്നു ആഗ്രഹം. ഫുഡിയൊന്നുമല്ല. ചില ആൾക്കാർക്ക് ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. ഇവിടെ ഈ രാജാവിന് ഇഷ്ടം ജുവൽസ് ആണ്, ആ ഡ്രസ്സ് ഇരിക്കുക, അതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ പൈസ ഇതിനു വേണ്ടി രാജാവ് ചെലവഴിക്കുമായിരുന്നു. ഹി ഹാഡ് എ ഡിഫറെന്റ് കോസ്റ്റ്യൂം ഫോർ എവറി ഹവർ ഓഫ് ദ ഡേ. ഓരോ മണിക്കൂറിലും രാജാവിനെ കാണുമ്പോൾ രാജാവ് ഡ്രസ്സ് മാറിയിട്ടുണ്ടാവും. ഡിഫറെന്റ് ഡ്രസ്സായിരിക്കും. അത്രക്ക് ക്രേസിയാണ്, അത്രക്ക് ഭ്രാന്താണ് ഡ്രസ്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ തന്നെ കിട്ടിയില്ലേ ഒരു ഐഡിയ രാജാവിനെ കുറിച്ച്. Even though the king had so much to wear, he always demanded new dress and jewels to wear. രാജാവാണ്, ഓരോ മണിക്കൂറിലും ഡ്രസ്സ് ഇടുവാണ്. അപ്പൊ കുറെ ഉണ്ടായാലും രാജാവ് ഏത് നേരവും പുതിയ ഡ്രസ്സ് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ജുവൽസും കേട്ടോ. The king needed the finest dress possible for him to wear for the procession. Procession എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കിങ്ങിന് ഒരു പുതിയ ഡ്രസ്സ് വേണം. He asked his courtiers to find the finest tailors. എല്ലായിടത്തും വിളംബരം ചെയ്യുമല്ലോ, ലോകത്തിലുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഏറ്റവും നല്ല തയ്യക്കാർ വരിക, നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് എന്തെന്തായിരുന്നായിരിക്കും, അങ്ങനെയുള്ള കുറെ ഡിമാൻഡ്സും കുറെ ഗിഫ്റ്റും റിവാർഡ്സും ഒക്കെ കിട്ടും. ഓക്കെ, ഫൈനസ്റ്റ് ടൈലേഴ്സിനുള്ള കോർട്ടിയേഴ്സിനോട് കണ്ടുപിടിക്കാൻ പറയും. One day, 2 swindlers came to the emperor's city. 2 swindlers വന്നു സിറ്റിയിൽ. എന്നിട്ട് എന്താ അവർ പറഞ്ഞത്? അവര് ഏറ്റവും നല്ല നെയ്ത്തുകാരാണ്. They said that they were weavers, claiming that their fabrics are the best. Threads are woven by the most magnificent of the spiders and jewels are dug from the deepest earth. ഭൂമി ഏറ്റവും നല്ല നൂലും ഏറ്റവും നല്ല ജുവൽസും ഒക്കെ ആയിട്ടാണ് അവർ വന്നേക്കണേന്നാണ് അവർ ഡിമാൻഡ് ചെയ്തത്. അപ്പൊ ബെസ്റ്റ് വ്യൂവേഴ്സ് ആണെന്നാണ് അവർ പറയുന്നത് കേട്ടോ. They were paid handsomely. കൈ നിറച്ച് പൈസ കൊടുത്തു കിങ് and was taken to the largest sewing room in the empire. ആ എംപയറിലെ ഏറ്റവും വലിയ നെയ്ത്തുശാല അല്ലെങ്കിൽ സ്വയിങ് റൂമിലോട്ടാണ് ഇവരെ കൊണ്ടുപോയത്. For the rest of the evening they rolled in new riches, drank and fell asleep. അവിടെ ടില്ലും കമ്പാനിയൻസും സെയിം ചെയ്തതുപോലെ തന്നെ കഴിക്കുക, കുടിക്കുക, അതൊക്കെ തന്നെ, ബി ഹാപ്പി കേട്ടോ, അതായിരുന്നു. On the day before the procession മുമ്പുള്ള തലേ ദിവസം എന്ത് ചെയ്തു? The weavers were busy weaving the magical dress. ഭയങ്കര ബിസി ആയിട്ട് ഭയങ്കര തിരക്കിട്ട് പണിയെടുത്തോണ്ടിരിക്കുക. മാജിക്കൽ ഡ്രസ്സാണേ. The courtiers from Emperor's palace visited the weavers to check whether the dress is ready or not. അപ്പോൾ courtiers വന്നു, ഡ്രസ്സ് റെഡി ആണെന്ന് നോക്കണ്ടേ, കാരണം നാളെ രാജാവിന് ഇടേണ്ട ഡ്രസ്സാ. The weavers showed them a mannequin എന്ന് പറഞ്ഞാൽ പ്രതിമനെ കണ്ടിട്ടില്ലേ നമ്മൾ? ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം ഈ നമ്മള്
ക്ലോത്ത്സ് ഷോപ്പിലൊക്കെ റെഡിമെയ്ഡ് ഷോപ്സിലൊക്കെ പോയാലൊക്കെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രസ്സ് ഉടുപ്പിച്ച് നിർത്തിണ്ടാവില്ലേ, അങ്ങനത്തെ അതാണ് മാനിക്യൂൻ. ആൻഡ് ക്ലെയിം ദാറ്റ് ദ ഡ്രസ് കുഡ് ബി സീൻ ഓൺലി ബൈ ദ വൈസസ്റ്റ് മെൻ. വൈസസ്റ്റ് മെൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മാത്രം ആ മാനിക്യൂനിലിട്ട് അങ്ങനെ ഡ്രസ്സ് കാണാൻ പറ്റുള്ളൂ എന്നായിരുന്നു ഡിമാൻഡ്. സോ ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി. ഓക്കെ, so the day of the procession came, the emperor visited the weaver and started wearing the imaginary dress. രാജാവും വന്ന് മാനിക്യൂൻ നോക്കി, അവിടെ എന്താ ഡ്രസ്സ് ഉണ്ടോ, ഇല്ല. എന്നിട്ട് രാജാവ് മാജിക്കൽ ഡ്രസ്സ്, ഇമാജിനറി ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുക. No one could see anything, yet none of them admitted anything. രാജാവ് എന്താ ഒന്നും ഇട്ടിട്ടില്ല, ഒള്ളി അണ്ടർ വെയർസ് മാത്രമാണ് രാജാവ് ഇട്ടേക്കുന്നത്, കോസ്റ്റ്യൂംസ് ഒന്നും ഇല്ലല്ലോ. ദ കിങ് സ്റ്റാർട്ടഡ് ഓഫ്, പക്ഷെ ബുദ്ധിയില്ലെന്ന് പറയാൻ പറ്റുമോ, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ഡ്രസ്സ് കാണാൻ പറ്റില്ലെന്ന് ആരും പറയില്ല. അതുകൊണ്ട് എല്ലാവരും രാജാവ് ഡ്രസ്സ് ഇട്ടു എന്ന് പറഞ്ഞാൽ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു ചിൽഡ്രൻ ആർ എന്താണ് ട്രൂത്ത്ഫുൾ എന്നല്ലേ നമ്മൾ പറയാം. എ ചൈൽഡ് ഷൗട്ടഡ് ദാറ്റ് ദ കിങ് വാസ് നേക്കഡ്. ക്രൗഡ് ചെയ്യുന്ന ഒരു ചൈൽഡ് വന്നിട്ട് പറഞ്ഞേ നേക്കഡ് ആണെന്ന് പറഞ്ഞു. ആഫ്റ്റർ ദാറ്റ് പീപ്പിൾ വൺ ബൈ വൺ, ആ കുട്ടി പറഞ്ഞോടുകൂടി എല്ലാവരും സമ്മതിക്കാൻ തുടങ്ങി നേക്കഡ് ആണ്. എന്നിട്ട് എല്ലാ പൈസയും കൊണ്ട് പോയി. അപ്പോൾക്കും എല്ലാവരും സമ്മതിച്ച് കിങ് ഒന്നും ധരിച്ചിട്ടില്ല. അപ്പോൾക്കും ആരാണ് വീവേഴ്സ് അവിടെ അടിച്ചു മാറ്റി പൈസയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ദിസ് ഇൻസിഡന്റ് അത് കഴിഞ്ഞപ്പോൾ രാജാവ് ഡീസന്റ് ആയി. ഹെൽപ് ദ എംപറർ ടു ബി ഹാപ്പി വിത്തൗട്ട് സോ മച്ച് മെറ്റീരിയൽ തിങ്സ്. അപ്പൊ ഇതാണ് ആ സ്റ്റോറി. ഓക്കെ, ഇവിടെ പക്ഷെ വിഡ്ഢിയാക്കപ്പെടുകയാണ്, ജീവന് വേണ്ടി അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ ക്ലിയർ ആയല്ലോ കഥ. ഈ കഥയിൽ ശരിക്കും നമ്മൾ ഇവിടെ ടില്ലുമായിട്ട് ബന്ധമൊന്നുമില്ല, ഡ്രസ്സില്ല എന്നുള്ളത്, ആ ഇമാജിനറി ഡ്രസ്സ് കൊടുത്ത് പറ്റിച്ചു എന്നുള്ളതാണ്. അവിടെ മിസ്റ്റീരിയസ് പിക്ചർ കൊടുത്ത് പറ്റിക്കേണ്ട അവസ്ഥ വന്നതാണ് ഇവിടെ. പക്ഷെ അതല്ല സിറ്റുവേഷൻ. ഇപ്പൊ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താന്ന് നോക്കാം. ഇമാജിൻ യു വേ വൺ ഓഫ് ദ കോർട്ടിയേഴ്സ് പ്രസന്റ് വൈൽ ടിൽ ഇൻവൈറ്റഡ് ദ കോർട്ടിയേഴ്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അപ്പൊ നമ്മളാണ് ടില്ല് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാണ്, അതിലെ ഒരു കോർട്ടിയർ നമ്മളാണെന്ന് വിചാരിക്കാം. അപ്പൊ വാട്ട് വുഡ് ബി ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ടിൽ ആൻഡ് യു? ടില്ലും നമ്മളും തമ്മിൽ സംസാരിക്കുന്ന ആ കോൺവെർസേഷൻ, സംസാരിക്കുന്ന ആ സംഭാഷണം എന്താണെന്ന് എഴുതാനാണ്. അപ്പൊ ഇമാജിൻ ചെയ്യുക, എഴുതുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു മോഡല് തരാം, പക്ഷെ അത് അങ്ങനെ തന്നെ കോപ്പി അടിക്കേണ്ട, വേറെ എഴുതിയാൽ മതി. ക്ലിയർ? ഗുഡ് മോർണിംഗ് മാം. അപ്പം മിസ് ഒരു ഫീമെയിൽ ആയിട്ടാണ് ഇവിടെ മിസ്സിനോട് സംസാരിക്കുന്നതായിട്ടാണ് മിസ് ഇവിടെ ഇതാക്കി. ഇപ്പം നിങ്ങൾ മെയിൽ ആണെങ്കിൽ ഇപ്പൊ ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ടില്ലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ടില്ല് ഇൻവൈറ്റ് ചെയ്തേക്കുമല്ലേ. അപ്പൊ ഗുഡ് മോർണിംഗ് മാം. അപ്പൊ ഐ കാരണം കോൺവെർസേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ ഇൻവൈറ്റഡ്, നമ്മളെയാണ് ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഐ ആയിരിക്കണം കേട്ടോ എപ്പോഴും ഇപ്പുറത്തെ സൈഡിലെ ആള്. 2 persons ടോക്കിംഗ് ആണ്, ഒന്ന് ടില്ലാണ് ഉറപ്പായിട്ടും, പിന്നെ നിങ്ങളാണ്. അപ്പൊ ഐ ആണ് ഗുഡ് മോർണിംഗ് ടിൽ എന്ന് പറയും. റിപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ, നമ്മൾ ഗുഡ് മോർണിംഗ് തിരിച്ചു കൊടുക്കണം ഇല്ലേ? അതല്ലേ ഒരു ഇപ്പൊ ടീച്ചറിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഗുഡ് മോർണിംഗ് തിരിച്ചു പറയില്ലേ? ഗുഡ് മോർണിംഗ് മിസ് തന്നെ ഗുഡ് മോർണിംഗ് എന്നും മിസ്സുമാരും പറയാറുണ്ട്. സോ ഗുഡ് മോർണിംഗ് ടിൽ പറയും. നെക്സ്റ്റ് ടിൽ പറയുവാണ് മാം ഡിഡ് യു സീ ദ പിക്ചർ. അപ്പൊ എന്തിനാ ഇൻവൈറ്റ് ചെയ്തേക്കണ? പിക്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യെസ് ഐ മസ്റ്റ് സേ ഇറ്റ് ഈസ് ആൻ എക്സലന്റ് പീസ് ഓഫ് ആർട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കോർട്ടിയേഴ്സ് ആയിട്ട് തന്നെയാണ് അഭിനയിക്കണേ. അപ്പൊ ഞാൻ കണ്ടു, നല്ല ഭംഗിയുണ്ട് പിക്ചർ കാണാൻ, ഇറ്റ് ഈസ് ആൻ എക്സലന്റ് പീസ് ഓഫ് ആർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ടിൽ എന്ത് പറയും? താങ്ക് യു മാം, ഐ എം ഹാപ്പി ടു ഹിയർ ഇറ്റ്. എനിക്ക് സന്തോഷമായി, നന്ദി ഉണ്ടെന്നാണ് പറയണം. എന്നിട്ട് അപ്പൊ all the courtiers and the archduke are portrayed exactly as they are. What is your next work? അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത ജോബ് എന്നാണ് ചോദിക്കണം. കാരണം ഇവിടുത്തെ പണി കഴിഞ്ഞല്ലോ. മാം ഐ ആം ഇൻ സെർച്ച് ഓഫ് അനദർ വർക്ക് വിച്ച് ഹെൽപ്സ് മീ ടു എക്സിബിറ്റ് മൈ ടാലന്റ്. അപ്പൊ ഞാൻ ഇനി എൻ്റെ ടാലന്റ് പ്രദർശിപ്പിക്കാൻ പറ്റിയ അടുത്ത ജോബ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓക്കെ ടിൽ ഐ അപ്രീഷിയേറ്റ് യുവർ എഫേർട്സ്, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തതിന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് നന്ദിയുണ്ടെന്നാണ് മാഡം പറയുന്നത്. അത് മീൻസ് ഞാൻ പറയുന്നത്. ടിൽ ഇറ്റ് ഈസ് ഇൻഡീഡ് മൈ പ്ലഷർ ടു ഹാവ് യു ഹിയർ. അപ്പൊ ടിൽ പറയണത് അത് ടില്ല് ഭയങ്കര പൊളൈറ്റ് അല്ലേ. അപ്പൊ ടിൽ എന്താ പറയണത്? എനിക്ക് സന്തോഷമുണ്ട് മാം വേണ്ട വന്നതിൽ. സോ ദാറ്റ് ഈസ് എ കോൺവെർസേഷൻ. അപ്പൊ ബൈ മാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും ബൈയോ താങ്ക് യു ഒക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക ഒരു കോൺവെർസേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ വഴി കൂടി പോകുന്ന ഒരു സ്ട്രേഞ്ചറിനോട് ഹെൽപ്പ് ചെയ്യണ കോൺവെർസേഷൻ ആണ് ചോദിക്കണമെങ്കിൽ, റോഡ് ഏതെങ്കിലും സ്ട്രീറ്റിന്റെ അഡ്രസ്സ് ചോദിക്കണമെങ്കിൽ അവിടെ താങ്ക് യു വെച്ചിട്ടായിരിക്കും കോൺവെർസേഷൻ എൻ്റെ. അയാളോട് ഒരിക്കലും നമ്മൾ ബൈ പറയില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരാളാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുള്ളൂ.
സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും ഇൻവൈറ്റ് ചെയ്യാറില്ല. സോ യു ക്യാൻ സേ ബൈ. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു കോൺവെർസേഷൻ, ഇത് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. നിങ്ങൾ ആ പിക്ചർ കാണുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വരും, എന്തുകൊണ്ട് അയാളെ മര്യാദക്ക് വരച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൾട്ടും കണ്ടുപിടിക്കാമല്ലോ. ഒരു പിക്ചർ കാണുമ്പോൾ നമ്മൾ എപ്പോഴും അപ്രീസിയേഷൻ മാത്രമാണ് പറയാ, ഒബ്വിയസ്ലി നമുക്ക് ഫോൾട്സും കണ്ടുപിടിക്കാം, അതും ശ്രദ്ധിച്ചേക്കാം. അപ്പൊ റൈറ്റിംഗ് ആക്ടിവിറ്റി ആണെന്ന് ഓർത്തേക്കാം. ഇനിയുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളോട് ഇതിൽ സ്റ്റോറി ഇതൊരു സ്റ്റോറി ആയിട്ടാണ് തന്നേക്കുന്നത്. ഇനി അതൊരു പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ, നാടകം, ഡ്രാമ, നമ്മൾ പ്രസന്റ് ചെയ്യില്ലേ, സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതാണ് ഇനിയത്തെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. ഇതും മിസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണതെന്ന്. ആക്ടിവിറ്റി 3 സ്ക്രിപ്റ്റ് 1. അപ്പം 4 സ്ക്രിപ്റ്റ് 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് സ്ക്രിപ്റ്റ് 1 എന്നുള്ളത്. ദ മീറ്റിംഗ് ബിറ്റ്വീൻ, സിറ്റുവേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ദ മീറ്റിംഗ് ബിറ്റ്വീൻ ടിൽ ആൻഡ് ദ ആർച്ച്ഡ്യൂക്ക് ആൻഡ് ഹിസ് അപ്പോയിൻമെന്റ് ആസ് ദ കോർട്ട് പെയിന്റർ. അതാണ് കഥയുടെ ഇത്. അതെവിടെ നടക്കുന്നു എന്ന് എഴുതണം, അത് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്നും നമ്മൾ എഴുതണം. ഓൾറെഡി ബുക്കിലുണ്ട് സ്റ്റോറി ഫോമിൽ, അത് ജസ്റ്റ് ഇവിടെ ഒന്ന് സെന്റൻസ് ആക്കിയിട്ട് ഒരാൾ പറയണതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടില്ല് പറയും, ആർച്ച്ഡ്യൂക്ക് പറയും, ടില്ല് അങ്ങനെ ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ നാടകമൊക്കെ കളിച്ചിട്ടില്ലേ, യൂത്ത് ഫെസ്റ്റിവലിനും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിനൊക്കെ, അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്താണ് എങ്ങനെയാണ് ഡയലോഗ്സ് എഴുതണേന്ന്. സോ എൻ്റെ പാലസിലാണ് സീൻ. എവിടെയാണ് സീൻ നടക്കുന്നത്? പാലസിലാണ് അല്ലേ. എന്താണ് സംഭവം? കാരണം ടില്ല് ആർച്ച്ഡ്യൂക്കിനെ മീറ്റ് ചെയ്യുന്നതും കോർട്ട് പെയിന്റർ ആക്കുന്നതുമാണ് സിറ്റുവേഷൻ. അപ്പൊ പാലസിലാണ് നടക്കണം. ക്ലിയർ? ഇനി സ്റ്റാർട്ടിങ് ടില്ല് തന്നെയാണ്. ഓർക്കല്ലേ, ടില്ല് വന്നിട്ടല്ലേ ആർച്ച്ഡ്യൂക്കിനോട് സംസാരിക്കുന്നത്. നമുക്ക് ആ ഇതൊക്കെ തന്നെ എടുക്കാം കേട്ടോ. മേ ഗോഡ് ബ്ലെസ് യു യുവർ ഹൈനസ്. ഇവിടെ ആക്ഷൻ ആണ്, അഭിനയിച്ച് കാണിക്കല്ലേ. അപ്പൊ ബോ ചെയ്തു എന്ന് പറയുന്നില്ല നമ്മൾ, പകരം ബോ ചെയ്യുന്നതായിട്ട് എഴുതി വെക്കുകയാണ്. ബോ ബിഫോർ ദ ആർച്ച്ഡ്യൂക്ക്, യുവർ ഹൈനസ്, ഐ ഹാവ് ബ്രോട്ട് എ പിക്ചർ ഓഫ് എ ലേഡി ദ വെർജിൻ ഇൻ എ റോയൽ റോബ്സ്. സെയിം അതേപോലെ പകർത്തി എഴുതുക എന്നതല്ല കേട്ടോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഉണ്ട് ഡയലോഗ്സിന്. ഡു ഐ ഹാവ് ദ പെർമിഷൻ ടു പ്രസന്റ് ഇറ്റ് ബിഫോർ യുവർ ഹൈനസ്. ഒരു ചോദ്യം ചോദിക്കണം പോലെ. ഡയലോഗ് അങ്ങനെയല്ലേ, ഡയലോഗ് ഡെലിവറി, ഒരാൾ ചോദ്യം ചോദിക്കുന്നു, അടുത്ത ആൾ ഉത്തരം പറയുന്നു, വേറെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ, അതാണല്ലോ. അപ്പൊ സ്റ്റോറി പറയണ പോലെ അല്ല പറയേണ്ടത്, അതാണ് ഒരു സ്പെഷ്യാലിറ്റി. ആർച്ച്ഡ്യൂക്ക് എന്താ പറയുന്നത്? യെസ് യു മേ, കാണിച്ചോളൂ എന്നാണ് പറയണം. അപ്പൊ ടില്ല് പിക്ചർ എടുത്ത് കാണിക്കുന്നതായിട്ടാണ്. ഇപ്പൊ ഡ്രാമ അഭിനയിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ ടില്ലാണ് ഞാനെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുന്നത്? പിക്ചർ കാണിക്കും. എസ് യു മേ എന്നല്ലേ പറഞ്ഞേക്കണം, പിക്ചർ എടുത്ത് കാണിക്കും. അപ്പൊ പിന്നെ ടില്ലിനല്ല ഡയലോഗ്. ആ പിക്ചർ കാണുമ്പോൾ ആർച്ച്ഡ്യൂക്കിന്റെ ഇതാണ് റിയാക്ഷൻ എന്താണ്. സോ ആർച്ച്ഡ്യൂക്ക് സേസ് ഓ ഇറ്റ്സ് സോ വണ്ടർഫുൾ ആണെന്ന് പറയുന്നു. ടില്ല് എന്താ പറയും? യുവർ ഹൈനസ്, ഐ സീ ദാറ്റ് ദ ചെയർ ഓഫ് യുവർ കോർട്ട് പെയിന്റർ ഇസ് എംപ്റ്റി. ഡയലോഗ് ഓർമ്മയുണ്ടല്ല. അങ്ങനെ ടില്ല് പറഞ്ഞതും ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഡയലോഗും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. പ്ലീസ് അപ്പോയിന്റ് മീ ആസ് യുവർ കോർട്ട് പെയിന്റർ എന്നാണ് ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ആർച്ച്ഡ്യൂക്ക് പറയും യെസ് ഐ ആം ഡിലൈറ്റഡ് ടു അപ്പോയിന്റ് യു ആസ് മൈ കോർട്ട് പെയിന്റർ. എന്നിട്ട് ആർച്ച്ഡ്യൂക്ക് ഡയറക്ട്സ് ഹിം ഇൻടു ദ ചെയർ ഓഫ് ദ കോർട്ട് പെയിന്റർ. സോ ടില്ല് പറയും ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു യുവർ ഹൈനസ് അല്ലേ, ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയും. അപ്പോൾ എന്താണ്? ആർച്ച്ഡ്യൂക്ക് പറയും യു ആർ എ ടോക്കറ്റീവ് ഫെല്ലോ. അപ്പോൾ ടില്ല് പറയും ഹൈനസ് അവരുടെ കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതാണ് കണ്ടിന്യൂ ചെയ്ത് പോകണം കേട്ടോ. ഹൈനസ് പറയും മൈ ഡോങ്കി ഈസ് ഹാപ്പി ആസ് ഇറ്റ്സ് സ്റ്റൊമക്ക് ഇസ് ഫുൾ ബട്ട് ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. എൻ്റെ ഡോഗി ഹാപ്പിയാണ് കാരണം സ്റ്റൊമക്ക് ഫുൾ ആയതുകൊണ്ട്, പക്ഷെ ഞാൻ പട്ടിണിയാണ്, അതുകൊണ്ടിട്ട് ഡ്രീംസ് മാത്രമാണ് കഴിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. സെയിം ഡയലോഗ്സ് ആണ്, അതാണ് മിസ് കംപ്ലീറ്റ്ലി മലയാളം പറയാത്തത്. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് വെക്കും വേറെ ഡോങ്കിന്ന് ചോദിക്കും. അപ്പോൾ ടില്ല് പറയും ഹി ഈസ് ഔട്ട്സൈഡ്, ഐ ഷാൽ ബി ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഇസ് ലുക്ക്ഡ് ആഫ്റ്റർ. ജെഫിനെ നോക്കിയാൽ എനിക്ക് സന്തോഷമായിരിക്കും എന്ന് പറയും. ആർച്ച്ഡ്യൂക്ക് കോൾസ് ദി സോൾജേഴ്സ്. ഇവിടെ ഓർഡർ കൊടുക്കുക, എന്നിട്ട് ഓർഡേഴ്സ് എന്താണ് പറയുന്നത്? ഗിവ് ടിൽ എ ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ് ദ ഡോങ്കി ആസ് വൺ ഓഫ് മൈ ആനിമൽസ്. അപ്പോൾ ടില്ല് സോൾജേഴ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ആൾക്കാർ വന്നു, നാടകം പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയിട്ട് ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആണില്ലേ, ടില്ല് വന്നു, പിന്നെ ആരൊന്ന് ടില്ല് വന്നിട്ടുണ്ട്, ആർച്ച്ഡ്യൂക്ക് ഉണ്ട്. ഇപ്പം സോൾജേഴ്സിന് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ സോൾജേഴ്സ് എന്താണ് റിപ്ലൈ പറയുക? യെസ് മൈ ലോർഡ് എന്ന് പറയും. അപ്പം മനസ്സിലായില്ലേ? അതായിരുന്നു ഫസ്റ്റ് സ്ക്രിപ്റ്റ്. സെക്കൻഡ് സ്ക്രിപ്റ്റിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ദ മീറ്റിംഗ് ബിറ്റ്വീൻ ടിൽ ആൻഡ് ദ കോർട്ടിയേഴ്സ്. ടില്ലും കോർട്ടിയേഴ്സും തമ്മിലുള്ള മീറ്റിംഗ് ആണ് സെക്കൻഡ് സ്ക്രിപ്റ്റ് വരുന്നത്. ആ സ്ക്രിപ്റ്റിന്റെ സീൻ അപ്പോൾ എവിടെയായിരിക്കും നടക്കുക? സീൻ അറ്റ് ടിൽസ് റൂം ഇൻ ദ പാലസ്. ടില്ലിന് ഒരു റൂം കൊടുത്തിട്ടുണ്ട്, ആ റൂമിലാണ് സീൻ നടക്കുന്നത്. ക്ലിയർ? അപ്പം ഇത് നാടകമല്ലേ, അപ്പം നോക്ക് അറ്റ് ദ ഡോർ.
ഡോറിൽ തട്ടുന്ന ശബ്ദമാണ് അവിടെ കേൾപ്പിക്കേണ്ടത്. ക്ലിയർ? ടിൽ കം ഇൻ പ്ലീസ്. ടിൽ അപ്പോൾ അകത്തോട്ട് വരൂ എന്ന് പറയും. കമാൻഡർ ആണ് വരണമല്ലോ, നമുക്കറിയാലോ ആദ്യം വന്നത് കമാൻഡർ ഇൻ ചീഫ് ആണ്. ഐ ആം ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി ഹിയർ, ലുക്ക് അറ്റ് മീ, ഡസ് ഐ ലുക്ക് ഹാൻസം. ഒരു ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടാണ് പറയുന്നത്, പക്ഷേ കഥയിൽ മാറ്റമൊന്നും വരുത്താൻ പാടില്ല കേട്ടോ, സ്ക്രിപ്റ്റിൽ മാറ്റം വരുതെന്ന് പറയുമ്പോൾ. അപ്പോൾ ടില്ലിങ്ങനെ നോക്കുന്നുണ്ട്, ഹാൻസം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കമാൻഡറിൻ്റെ അപ്പിയറൻസ് ആണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? ഫാറ്റ് ആണ്, ഷോർട്ട് ആണ്, ബോൾ മാൻ ആണ്, വിത്ത് ആൻ എനോണമസ് പോർച്ച്. നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്തില്ലേ, സെയിം. അപ്പോൾ ടില്ല് പറയും നോട്ട് എക്സാക്ട്ലി സർ. അല്ലാന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലല്ലോ, കമാൻഡർ ഇൻ ചീഫ് അല്ലേ വന്നേക്കണം. അപ്പോൾ നോട്ട് എക്സാക്ട്ലി സർ എന്നാണ് പറയുന്നത്. കമാൻഡർ ഇൻ ഐ മേ നോട്ട് ബി ഹാൻസം ബട്ട് യു ഹാവ് ടു പെയിന്റ് മീ ആസ് എ ഹാൻസം മാൻ. എന്നെ ഞാൻ ഹാൻസം ആയിരിക്കില്ല, പക്ഷെ എന്നെ ഹാൻസമായി വരച്ചുകൊള്ളണം. അപ്പോൾ ടില്ല് പറയും ബട്ട് ഹൗ സർ. പക്ഷെ അതെങ്ങനെ സംഭവിക്കും എന്നാ ചോദിക്കണേ. അപ്പോൾ കമാൻഡർ പറയുന്നത് എന്താണ്? യു ഷുഡ് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫാറ്റ് ഓർ എൽസ് ഐ വിൽ കിൽ യു. എന്നെ സ്റ്റൊമക്കൊക്കെ ഫ്ലാറ്റ് ആക്കി വരച്ചോളണം, എന്നിട്ട് അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് കമാൻഡർ പോവും. സെക്കൻഡ് വന്നത് ആരായിരുന്നു? എൽഡർലി ലേഡി അല്ലേ, സെയിം സീൻ അവിടെ തന്നെയാണ്. അപ്പോൾ നോക്ക് അറ്റ് ദ ഡോർ ആണ് പിന്നെ. അപ്പോൾ കമിൻ പ്ലീസ് വരും. എൽഡർലി ലേഡീസ് എൻറ്റേഴ്സ്. എന്തായിരുന്നു സ്പെഷ്യാലിറ്റി ഓർക്കല്ലേ? ലാർജ് ഹംബോണസ് ബാക്ക്, ഹെർ ബാക്ക്. എൽഡർലി സർ മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ബൈ റിമൂവിങ് ദ ഹംബ് ഓൺ മൈ ബാക്ക് ഓർ ഐ വിൽ കിൽ യു എന്ന് പറഞ്ഞിട്ട് ലേഡി പോകും. പിന്നെ വന്നതാരാണ്? ഹു ആർ യു. അപ്പോൾ ടില്ല് അടുത്ത ആൾ കയറി വരും. അപ്പോൾ ഹു ആർ യു ചോദിക്കുമ്പോൾ യങ് ലേഡിയാണ്. ഐ എം ദ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ്. ഡച്ചസിന്റെ കമ്പാനിയൻ ആണ്. ഷി വാസ് യങ് ആൻഡ് പ്രിറ്റി ബട്ട് ഡിസ്ക്രൈബിങ് അവിടെ നടക്കുകയാണ്. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth. യങ് ലേഡി യു ഷുഡ് പെയിന്റ് മീ വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നാണ് പറയുന്നത്. ബട്ട് മാം യു ഡോണ്ട് ഹാവ് യുവർ ഫ്രണ്ട് ടീത്ത്. ഫ്രണ്ട് ടീത്ത് ഇല്ലാതെ എങ്ങനെയാണ് സ്മൈൽ ബ്യൂട്ടിഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ യങ് ലേഡി പറയും യു ഷുഡ് പെയിന്റ് മീ ബ്യൂട്ടിഫുൾ ഓർ എൽസ് മൈ ലവ് ഓവർ കിൽ യു എന്ന് പറഞ്ഞിട്ട് യങ് ലേഡി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ പോയിന്റ് ചെയ്തിട്ട് പോകുന്നതായിട്ടാണ് സിറ്റുവേഷൻ. സോ ദാറ്റ് ഈസ് ദ സ്ക്രിപ്റ്റ് 2. ഇനി നെക്സ്റ്റ് എന്താണ്? സ്ക്രിപ്റ്റ് 3 ആണ്. ഈ ആക്ടിവിറ്റി ഇത്തിരി വലുതാണ്. ദ പ്രോഗ്രസ് ഓഫ് ടിൽസ് പെയിന്റിങ്. ടില്ലിന്റെ പെയിന്റിങ്ങിന്റെ പ്രോഗ്രസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതെവിടെയാണ് കാണാൻ പറ്റുന്നത്? ആർച്ച് ഡ്യൂക്കിന്റെ പാലസിൽ ആ ഹാളില്ലേ ടില്ലിന് കൊടുത്ത, അതല്ലേ സീൻ നടക്കുന്ന സ്ഥലം. അപ്പൊ ടില്ലോ ആർച്ച് ഡ്യൂക്കും ആണ് ടോക്ക് ചെയ്യുന്ന ആൾക്കാർ. ഹൗ ആർ യു ടിൽ, ഡിഡ് യു സ്റ്റാർട്ട് പെയിന്റിങ് എന്ന് ആർച്ച് ഡ്യൂക്ക് ചോദിക്കുമ്പോൾ നോട്ട് യെറ്റ് യുവർ ഹൈനസ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയും. ആർച്ച് ഡ്യൂക്ക് യു ഷുഡ് പെയിന്റ് ദം എക്സാക്ട്ലി ആസ് ദേ ആർ, ഡോണ്ട് ലീവ് ഈവൻ ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓർ ഐ വിൽ കിൽ യു. ഒന്നും വിടരുത്, എല്ലാം വരച്ചോളണം അല്ലെങ്കിൽ ഞാൻ കൊന്നു കളയും എന്നുള്ള വാർണിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടില്ല് പറയും യെസ് യുവർ ഹൈനസ്, അത് ചെയ്യാമെന്ന് പറയും. ടിൽ ടു ഹിംസെൽഫ്, ആ നേരത്തെ പറഞ്ഞ ഹിംസെൽഫ് ഇവിടെ വേണം, എന്നാലേ കഥ മീൻസ് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇഫ് ഐ പെയിന്റ് the courtiers and the archduke exactly as they are, then the courtiers will kill me. If I paint the courtiers beautifully, the archduke will kill me. What to do? അപ്പോൾ അത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. സെയിം ടില്ല് പറയും യുവർ ഹൈനസ് ഐ നീഡ് എ വാൾ ടു പെയിന്റ് ആൻഡ് തിക്ക് കർട്ടൻസ് ടു കവർ ദ പെയിന്റ് ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. ഐ ഓൾസോ നീഡ് 3 assistants ടു ഹെൽപ്പ് മീ. ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് ടില്ല് പറയില്ലേ? വാള് വേണം, കർട്ടൻസ് വേണം, തിക്ക് കർട്ടൻസ് വേണം, ദെൻ 3 assistants വേണം എന്ന് പറയും. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് ഷോസ് എ ഹാൾ വിത്ത് എ ബെയർ വാൾ കൊടുക്കും. ആർച്ച്ഡ്യൂക്ക് ഹു ഇസ് ദർ ഗിവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്, അത് എല്ലാം കൊടുക്കണം എന്ന് പറയും. സോൾജേഴ്സ് ബ്രിങ് തിക്ക് കർട്ടൻസ് ആൻഡ് ഗീവ് 3 assistants, 3 അസിസ്റ്റൻസിനെ കൊടുക്കും. 30 ദിവസം കഴിഞ്ഞ്, ആ 30 ദിവസം കഴിഞ്ഞിട്ട് ആർച്ച്ഡ്യൂക്ക് വന്ന് ഇസ് ദ പെയിന്റിംഗ് റെഡി എന്ന് ചോദിക്കും. നോ യുവർ ഹൈനസ് ഐ നീഡ് സം മോർ ടൈം, കുറച്ച് സമയം കൂടി വേണം എന്ന് പറയും. സീൻ അറ്റ് ആർച്ച്ഡ്യൂക്ക് പ്ലേസ് തന്നെയാണ്. ആഫ്റ്റർ 45 days, 45 days സെയിം സിറ്റുവേഷൻ. ടിൽ ഇറ്റ്സ് ദ വർക്ക് ഓവർ എന്ന് ആർച്ച്ഡ്യൂക്ക് ചോദിക്കുന്നു. നോ യുവർ ഹൈനസ് എന്ന റിപ്ലൈ. അപ്പോൾ എന്താണ് പറയണത്? ആർച്ച്ഡ്യൂക്ക് ഐ വിൽ ഗീവ് യു 15 more days. യു ഷുഡ് കംപ്ലീറ്റ് ദ പെയിന്റിംഗ് വിത്തിൻ ദാറ്റ് ഓർ ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. അപ്പോൾ ടില്ല് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ യെസ് യുവർ ഹൈനസ് എന്ന് പറഞ്ഞ് ടില്ല് അഡ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ തേർഡ് സ്ക്രിപ്റ്റ്. ഇനി ഒരു സ്ക്രിപ്റ്റും കൂടി ഇല്ല. 4 ഗ്രൂപ്പായിട്ടാണ് ക്ലാസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞു. 4ാമത്തെ ഗ്രൂപ്പിന്റെ സ്ക്രിപ്റ്റ് എന്താണ്? എക്സിബിഷൻ ഓഫ് ടിൽസ് പെയിന്റിംഗ് ആൻഡ് ദ റിയാക്ഷൻ ഓഫ് അതേഴ്സ്. ടില്ല് പെയിന്റിംഗ് കാണിക്കുമ്പോൾ അവരുടെ മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താണെന്നാണ് നമുക്കിവിടെ സ്ക്രിപ്റ്റ് കാണിക്കേണ്ടത്. അപ്പോൾ ആരൊക്കെ വരുന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ പാലസ് തന്നെയാണ് ആ ഹോള് അല്ലേ? പാലസ് തന്നെയാണ് സീൻ നടക്കുന്ന സ്ഥലം. അവിടെ ആരാണ് ആദ്യം വരുന്നത്? ആർച്ച്ഡ്യൂക്ക് എൻറ്റേഴ്സ്. എന്നിട്ട് എന്തായിരിക്കും? ഐ വോണ്ട് ടു സീ ദ പിക്ചർ അറ്റ് വൺസ്, ഡോർ ദോസ് കർട്ടൻസ് അപ്പാർട്ട്. എനിക്ക് ഇപ്പോൾ പിക്ചറാണ്, എല്ലാ കർട്ടനും മാറ്റാൻ പറയും. ടില്ല് എന്താ പറയണം? ദ പിക്ചർ ഇസ് റെഡി മൈ ലോർഡ്. അപ്പോൾ പിക്ചർ റെഡി ആണെന്നാണല്ലോ ടില്ല് പറയുന്നത്. ആർച്ച്ഡ്യൂക്ക് പറയും ദെൻ വൈ ഡോണ്ട് യു റിമൂവ് ദ കർട്ടൻസ്, എന്തുകൊണ്ടാണ് പിന്നെ കർട്ടൻ മാറ്റാമെന്ന് ചോദിക്കും. ടില്ല് പറയും ലോർഡ് ഐ നീഡ് എ ഫേവർ, വൺ മോർ ഫേവർ അല്ലേ, പ്ലീസ് ഓർഡർ ഓൾ ദ കർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദിസ് റൂം. ഈ റൂമിൽ എല്ലാ കർട്ടിയേഴ്സിനോടും വരാൻ പറയും.
അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ബ്രിങ് ഓൾ ദ courtiers immediately എന്ന് പറയും. അപ്പോൾ ഓൾ ദ courtiers എൻ്റർ ചെയ്യും. ടില്ല് വരും. അപ്പോൾ ഇപ്പോൾ സീനിൽ ആരൊക്കെ ഉണ്ട്? ഓൾ ദ courtiers ഉണ്ട്, ടില്ലുണ്ട്, ആർച്ച് ഡ്യൂക്ക് ഉണ്ട് റൂമിൽ. സ്ക്രിപ്റ്റ് ഓർക്കുക, സിറ്റുവേഷൻ ഓർക്കുക. ടിൽ മൈ ലോർഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ദ പിക്ചർ വിൽ ബി സൂൺ സീൻ ഓൺലി ടു ദോസ് ഹു ഹാവ് റോയൽ ബ്ലഡ്. റോയൽ ബ്ലഡ് ഉള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് ടില്ല് കർട്ടൻ മാറ്റുന്നതാണ് സീൻ. വാട്ട് എ വണ്ടർഫുൾ പെയിന്റിംഗ് എന്നാണ് എല്ലാവരും പറയുന്നത്. ആരാണ് ഇത്? കോർട്ടിയസ്. ആർച്ച് ഡ്യൂക്കും പറയും ഇറ്റ് ഇസ് എ മാർവലസ് പീൻ ഓഫ് ആർട്ട്. അപ്പോഴാണ് നമ്മുടെ ജസ്റ്റർ എൻ്റർ ചെയ്യുന്നത്. ജസ്റ്റർ എൻ്റർ ചെയ്യുമ്പോൾ ഐ കനോട്ട് സീ എനിത്തിങ്, ദ വാൾ ഇസ് കംപ്ലീറ്റ്ലി എംപ്റ്റി എന്ന് ജസ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ ടില്ല് പറയും വെൻ ഫൂൾസ് ബിഗിൻ ടു ടോക്ക് ഇറ്റ്സ് ടൈം ഫോർ വൈസ് മെൻ ടു വാക്ക് എന്ന് പറഞ്ഞ് ടില്ല് പോകുന്നതാണ് ലാസ്റ്റ് സ്ക്രിപ്റ്റ്. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ 4 സ്ക്രിപ്റ്റ്, ഈ സ്ക്രിപ്റ്റിലെ എല്ലാ ഡയലോഗും ആരാണ് എഴുതേണ്ടത്? നിങ്ങളാണ് എഴുതേണ്ടത്. അപ്പം നമ്മളെ റൈറ്റിംഗ് ആക്ടിവിറ്റീസും നടക്കും. റൈറ്റിംഗ് എബിലിറ്റീസ് എന്താണെന്ന് മനസ്സിലാവും, കഥ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ കഥ കാണാപ്പാടം പഠിക്കണ പോലെ പഠിക്കാനും പറ്റും, നിങ്ങളുടെ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ആവും. സോ ദീസ് ആക്ടിവിറ്റീസ് ആർ ഫൺ. വിത്ത് ഗ്രൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്താണ്, ഫൺ അല്ലേ? എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോരുത്തരുടെ ബ്രെയിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തോട്ട് ഉള്ളതല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമാജിനറി തിങ്സ് ഉള്ളതാണ്, ക്രിയേറ്റിവിറ്റി ഉള്ളതാണ്. അപ്പം എല്ലാം കൂടി വർക്ക് ചെയ്ത് നല്ലതൊരെണ്ണം സ്ക്രിപ്റ്റ് ആക്കുക. സെയിം ഡയലോഗ് വേണ്ട, പക്ഷേ ഇതൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ സെയിം ആണ്, പ്ലേസ് ഒക്കെ സെയിം ആയിരിക്കണം, ഡിഫറൻസ് വരുത്താം ചെയ്യുക. ഓക്കെ, സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ആക്ടിവിറ്റി? വാട്ട് ആർ ദ വേർഡ്സ് ദാറ്റ് ദ ഓഥർ യൂസ് ടു ഡിസ്ക്രൈബ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓഥർ യൂസ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫോളോയിങ് ഇസ് എ ക്യാരക്ടർ മാപ്പ് ഓഫ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സിന്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, വി വിൽ സീ ദാറ്റ്. അപ്പോൾ ഇതിൽ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് സെൻറ്റർ ആയിട്ട് വെച്ചിട്ട് കുറേ കോളംസ് ഉണ്ട്. കുറേ കോളംസിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇത് ഓൾറെഡി ഫിൽഡ് ആണ് കേട്ടോ. ടോള്, വെൽ ബിൽറ്റ്, റെഡ് ഹെയർ, 25 year old, ഗോൾഡ് ബ്രേഡഡ് യൂണിഫോം, ഹാൻസം, ഡസ് ഹിസ് ഡ്യൂട്ടീസ് വെൽ, ലൈക്സ് പെയിന്റിങ്. ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലത്തെ 2 ക്യാരക്ടർ സ്കെച്ച് ഇതാക്കണം. പക്ഷെ വലിയ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടും ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പം നമ്മൾ ആ ക്യാരക്ടറിൻ്റെ അനലൈസേഷൻ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചവരാണ്, സ്റ്റോറി അറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് കിട്ടും അതനുസരിച്ചിട്ടാണ് നമ്മളിത് ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കേണ്ട. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും കൊടുക്കരുത്, കേട്ടല്ലോ. ക്യാരക്ടർ സ്കെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റോറി റിലേറ്റഡ് ആയിരിക്കണം, അതുമായിട്ട് ബന്ധമുള്ള പോയിന്റ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. നെക്സ്റ്റ് നമുക്ക് ആരാ ഉള്ള? നൗ പ്രിപ്പയർ ദ ക്യാരക്ടർ മാപ്പ് ഓഫ് ടിൽ. ടില്ലിൻ്റെ ആണ് ചെയ്യാൻ പറയുന്നത്. ടില്ലിൻ്റെ എളുപ്പമല്ലേ, ടിൽ എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ടില്ലിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഫ്ലെമിഷ് പെയിന്റർ. ടില്ല് ഫ്ലെമിഷ് പെയിന്റർ ആണെന്ന് പറഞ്ഞേ. സ്കെൽട്ടൻ, ലുക്ക് ലൈക്ക് എ സ്കെൽട്ടൻ അല്ലേ, എല്ലാം തോലാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സ്റ്റോറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ട്രിക്കിയാണ് ആള്, കൗശലക്കാരനല്ലേ, കണ്ണിങ് ആണ്, കൗശലക്കാരനുമാണ്, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്, അതും നമുക്ക് മനസ്സിലായി. വാല്യൂസ് ഇസ് ഓൺ ഫ്രീഡം, ഓൺ ക്രിയേറ്റിവിറ്റി. ഫ്രീഡം വേണം, കാരണം ആ പിക്ചർ എപ്പോഴെപ്പോഴും ആൾക്കാരെ കാണിക്കാൻ സമ്മതിക്കുമായിരുന്നു ഇല്ല. അപ്പോൾ അതൊരു വാല്യൂ നമുക്ക് പറയാം. പിന്നെ ഓൾവേസ് വോർ എ ക്യാപ്പ് വിത്ത് 3 feathers, 3 feathers ഉള്ള ക്യാപ്പ് എപ്പോഴും വെക്കണ ഒരാളാണ്. സ്ലിം ആണ്. സ്ലിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, സ്കെൽട്ടൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സ്ലിം ആണ്. സോ ദിസ് ഇസ് കോൾഡ് ക്യാരക്ടർ മാപ്പ്. നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടണം. ഇപ്പം നിങ്ങളെ കുറിച്ച് ക്യാരക്ടർ മാപ്പ് എഴുതാൻ പറഞ്ഞ് ഇങ്ങനെ കുറേ കോളം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം. നിങ്ങൾ ടോൾ ആണോ, ഫാറ്റ് ആണോ, എങ്ങനെയാണ്, ബ്രൗൺ ഐസ്, എന്താണെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ സ്റ്റോറിയിൽ അതൊന്നും തരാത്തത് കൊണ്ടിട്ടാണ് മിസ് അത് ചെയ്യാത്തത്, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ എഴുതാമായിരുന്നു. ഐസ്, ഹെയർ എത്രയുണ്ട്, ലോങ് ആണോ, ഷോർട്ട് ആണോ, ഇതൊക്കെ ക്യാരക്ടറിൽ എഴുതാൻ പറ്റും. ഫുള്ള് ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ല ഡിസ്ക്രൈബ് ചെയ്യണത്, ക്യാരക്ടറായിട്ട് ബന്ധമുള്ള കാര്യങ്ങളും കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നൗ പ്രിപ്പയർ ദ ക്യാരക്ടർ മാപ്പ് ഓഫ് ആർച്ച് ഡ്യൂക്ക് ആണ്. ആർച്ച് ഡ്യൂക്കിന്റെ ക്യാരക്ടർ മാപ്പും പ്രിപ്പയർ ചെയ്യണം. ആർച്ച് ഡ്യൂക്കിന് എന്ന് പറയുമ്പോൾ കീപ്സ് പ്രോമിസസ് ആണ് ഫസ്റ്റ് ആയിട്ട് മിസ് കൊടുത്തേക്കണം. കീപ്സ് പ്രോമിസസ് എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നുണ്ടല്ലോ. കോട്ട് പെയിന്റർ ആക്കാന്ന് പറഞ്ഞിട്ട് കോട്ട് പെയിന്റർ ആക്കി അവിടെ കൊണ്ട് ഇരുത്തുകയാണ് ചെയ്തത്. ഹാവ് പേഷ്യൻസ് അല്ലേ, വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ വിൽ വെയിറ്റ്, ഐ എം പേഷ്യന്റ്, അല്ലെങ്കിൽ അത് പറഞ്ഞായിരുന്നു. ലവ് സെൽഫ് പോർട്രേറ്റ്, സ്വന്തം പടം വരച്ച് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ. ആനിമൽ ലവറാണ്, ആണോ അല്ലേ? ജെഫ് എന്ന് പറയുന്നത് ഡോങ്കിന്, അത് ടില്ലിന്റെ ഡോങ്ങിനെ സ്വന്തം ആനിമലായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ സ്വന്തം ആനിമൽ അവിടെ ഉണ്ടെന്നല്ലേ അർത്ഥം. സോ ഈസ് ആൻ ആനിമൽ ലവർ. അല്ലാതെ ആനിമൽ ലവർ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ലവർ ഓഫ് പെയിന്റിങ്സ് ആൻഡ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റിനെ ഇഷ്ടമാണ്, പെയിന്റിങ്സ് ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവും. ലൈക്സ് ടു ബി റിമെമ്പേർഡ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷം ഓർമ്മിക്കപ്പെടാൻ ഇഷ്ടമുള്ള ഒരാൾ ആണ്. ഓൾവേസ് സീൽ ഇൻ റോയൽ ഡ്രസ്സസ്, അത് പറഞ്ഞിട്ടില്ല.
പക്ഷെ നമുക്കറിയാം ഒരു എംപറർ വാസ്റ്റ് കിങ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും റോയൽ ഡ്രസ്സസിലായിരിക്കും, ഭയങ്കര ബിലോവൻ്റ് ആണ്, അതായത് കൈൻഡ് ആൻഡ് സിമ്പത്തറ്റിക് ആണ് ആള് അല്ലേ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ക്യാരക്ടർ മാപ്പ് ഓഫ് ആർച്ച് ഡ്യൂക്കും നമുക്ക് മനസ്സിലായി. ഇനി ആക്ടിവിറ്റി 4 ആണ്. ഇതിൽ സെയിം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ക്യാരക്ടർ മാപ്പ് ഉണ്ടാക്കി. ഇതിപ്പോൾ ക്യാരക്ടർ മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ ഒരു എന്താണ് കോളം പോലെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി ഇത് നമ്മൾ വേർഡ്സ് ആക്കുവാണ്, ഒരു പാരഗ്രാഫ് ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. നൗ യൂസിങ് ദ കോൺസെപ്റ്റ് മാപ്സ്. ഇപ്പം മാപ്പ് കിട്ടി നമുക്ക്. പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് ടിൽ ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. അപ്പോൾ ടില്ലിൻ്റെ ആണ് പറയുന്നത്. ടിൽ വാസ് എ painter. He wandered from court to court on his donkey Jeff. He was slim and looked like a skeleton. അവിടെ യൂസ് ചെയ്ത വേർഡൊക്കെ യൂസ് ചെയ്യാനുണ്ടോ? He always wore a cap with 3 feathers on it. He was cunning and tricky. He had a good sense of humor and values his on freedom, on creativity. നമ്മൾ അവിടെ പറഞ്ഞ എല്ലാമാണ്, നമ്മളതൊന്ന് സെന്റൻസ് ഫോമിലോട്ട് ആക്കി ക്യാരക്ടർ സ്കെച്ച് പ്രൊഡ്യൂസ് ചെയ്തു, പ്രിപ്പയർ ചെയ്തു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ആർച്ച് ഡ്യൂക്കിൻ്റെ ആണ്. ആർച്ച് ഡ്യൂക്ക് വാസ് ദ റൂളർ ഓഫ് വാറ്റൻബർഗ്. നമുക്ക് കടയിൽ നിന്ന് കിട്ടിയ ഒരു പാട്ടാണ്. He was always seen in royal dresses. He was benevolent and keep promises. He was a lover of painting and artist. He was an animal lover too. He loved self-portraits. He had great patience and wait for the completion of painting without any complaints. He was a man who liked to be remembered after his death. നമ്മൾ അവിടെ കൊടുത്ത ആ മാപ്പിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് വെച്ചിട്ട് സെന്റൻസ് ആക്കി നമ്മളൊരു പാരഗ്രാഫ് ആക്കിയതാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടില്ലും ആർച്ച് ഡ്യൂക്കിൻ്റെ. മനസ്സിലായല്ലോ. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലില്ല, ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം നമ്മുടെ റൈറ്റിംഗ് ആണ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ റൈറ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കാം. കുറേ വാക്ക് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സെന്റൻസിലോട്ട് കൺവേർട്ട് ചെയ്യാം, എങ്ങനെയാണ് സെന്റൻസ് പാരഗ്രാഫ് ആക്കുക. സോ ദിസ് ഈസ് ഹൗ വി ലേൺ. മനസ്സിലായില്ലേ?